അപ്പോൾ ഇന്നൊരു ഫണ്ണി ആയിട്ടുള്ളൊരു മാനിപ്പുലേഷൻ ട്യൂട്ടോറിയലാണ്. സ്പൈഡർമാൻ കോഴിമുട്ടയ്ക്കകത്ത്. സ്പൈഡർമാൻ കോഴിമുട്ടയ്ക്കകത്തോ? Hi friends, welcome back to EYESOPEN. It's me Ansha Nisar. Let's intro. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റോക്ക് ഫോട്ടോസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഇതിൻ്റെ പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ എഗ്ഗ് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് ഇരിപ്പുണ്ട്. ഈ കോഴിക്കുഞ്ഞിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് ഷെൽ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത എഗ്ഗിനെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു മരത്തിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് അത് ഇരിക്കാൻ പറ്റിയൊരു പൊസിഷൻ കിട്ടി. അപ്പോൾ ഞാനത് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകും. ഓക്കെ, സെറ്റ് ചെയ്തു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഒരു കല്ലുകളൊക്കെ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ഈ ഒരു എഗ്ഗിനെ മാറ്റി വെച്ചു. അതായത് അവിടെ ഒന്ന് തടഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഞാൻ കൂടുതലും ബ്രഷും മാസ്കിങ്ങും ആണ് യൂസ് ചെയ്യണം കേട്ടോ ഈ ഒരു പിക്ചറിൽ. ഓക്കെ, നമ്മളെ എഗ്ഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈഡർമാൻ, നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള സ്പൈഡർമാനെ എടുത്തിട്ട് ഈ ഒരു എഗ്ഗിനകത്ത് ഇരിക്കുന്നതായിട്ടൊരു ഫീല് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചപ്പോൾ അത് കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കാലും കൈയും അതൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറാലിറ്റി കിട്ടുന്നുണ്ട്. മുട്ടയുടെ പുറകിലായിട്ട് നമ്മൾ ആ ഒരു പൊട്ടിയ ഭാഗമല്ലേ, അവിടെ നമുക്ക് എങ്ങനെ പോയാലും ആ ബാക്കിലായിട്ട് നമുക്കൊരു പൊട്ടിയതുപോലെ ഒരു വൈറ്റ് കളറിലൊരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാനിവിടെ മാനുവലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആ ഒരു പിക്ചറിൽ അതില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ മാനുവലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി കുറച്ച് നമുക്ക് ഷാഡോസ് ഒക്കെ കൊടുക്കാം. നമുക്ക് ആ ഒരു ജസ്റ്റ് കളർ തന്നെ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഷാഡോസും കാര്യങ്ങളുമായിട്ട് നമുക്ക് കൊടുക്കാം. എന്തായാലും ഈ ഒരു എഗ്ഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിയതിൻ്റെ പകുതി പീസ് എവിടെയെന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഒരു ക്യാപ്പ് പോലത്തെ ഒരു പീസ് നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഇടുന്ന ഒരു സംഭവം ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു എഗ്ഗിൻ്റെ പീസ് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ജസ്റ്റ് ആ ഒരു കല്ലിൻ്റെ മറകിലായിട്ട് ഇരിക്കുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ നമുക്കൊരു എന്താ പറയുക, അത് അവിടെ തടഞ്ഞു നിൽക്കുന്നതായിട്ടൊരു ഫീൽ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിയിലേക്ക് ആക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ജസ്റ്റ് കുറച്ചിട്ട് നമ്മൾ മാസ്കിങ് യൂസ് ചെയ്ത് ജസ്റ്റ് മാസ്ക് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് ഷാഡോയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആ ഷാഡോയും ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു മറവിൽ എന്തായാലും ഷാഡോ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ജസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ സെയിം ഇത് തന്നെ നമുക്ക് താഴെയുള്ള എഗ്ഗിലും കൊടുക്കാം. ഈ ഒരു പിക്ചറിൻ്റെ കളർ കുറച്ച് സാറ്റുറേറ്റഡ് ആണ്. അതായത് എല്ലാ പിക്ചറും നല്ല സാറ്റുറേറ്റഡ് ആയിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ന്യൂട്രൽ ടോണിലേക്ക് എത്തിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഹ്യൂ ആൻഡ് സാറ്റുറേഷനാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പൈഡർമാൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ് കൊടുക്കാം. അതായത് ഒരു വൈറ്റ് എന്തായാലും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷനും ലൈറ്റ്നെസ്സും ഹൈലൈറ്റ്സൊക്കെ നമുക്ക് ആ ഒരു പുറത്തും ഷോൾഡറിലും ആ ഭാഗത്തൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഷാഡോയും ആ ഒരു എന്താ പറയുക, എഗ്ഗിനകത്തിരിക്കുന്നതായിട്ടുള്ള പാർട്ട് മാത്രം നമുക്കൊന്ന് ഷാഡോ ആക്കാം. അതുപോലെ തന്നെ പുറകു ഭാഗത്ത് കുറച്ച് ഹൈലൈറ്റ്സും കൊടുക്കാം.
അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ പിക്ചർ ഏകദേശം ഒരു പിക്ചറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഞാൻ കുറച്ച് ഗ്രെയിൻസ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഈ ഗ്രെയിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീൽ കിട്ടും സംഭവം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കളർ ഗ്രേഡിങ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ ഇതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്, അപ്പോൾ അവർക്ക് അത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈൽ ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മളൊരു ഫണ്ണി ആയിട്ട് സംഭവമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്തരം വീഡിയോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ തന്നെ ഇത് നല്ല ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ പറഞ്ഞു തരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ നമ്മളിവിടെ കളർ ഗ്രേഡിങ് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിക്കൈകളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ച് എവിടെയെങ്കിലും വല്ല മിസ്റ്റേക്കുകളുണ്ടോ, ബ്ലറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് റെഡി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയാതെ തന്നെ അറിയാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെൽ നോട്ടിഫിക്കേഷന് ഓൾ എന്നുള്ളതും കൂടി എന്നെ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം.